അമാനുഷികമായിട്ടുള്ള ഒരു AI റോബോട്ടാണ്. ഈ റോബോട്ട് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനഃപൂർവ്വം ഒരു കല്ല് ഈ പെണ്ണിന്റെ ദേഹത്തേക്ക് ഇടുന്നു. രാത്രിയിൽ ഈ പെണ്ണ് മൂവിയൊക്കെ കണ്ട് കിടക്കാനായി പോകുമ്പോൾ ആ റോബോട്ട് അവിടെ മനഃപൂർവ്വം തീപിടിപ്പിക്കും. ആ വീട്ടുകാരെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ആ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവിടെ ചില അമാനുഷികമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാണ്. അതെന്താണെന്ന് നോക്കി അവൾ നടക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മുന്നിൽ AI റോബോട്ട് പ്രത്യക്ഷപ്പെടും. ശരിക്കും ആ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് AI റോബോട്ടാണ്. അവൾക്ക് ഈ റോബോട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങും. അങ്ങനെ അവൾ ആ ഒരു വീടിന്റെ ബ്രോക്കറെ വിളിച്ച് ഇതിനു മുന്നേ ആ വീട്ടിൽ താമസിച്ചിരുന്നവരെ കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തെടുക്കുമ്പോൾ അവൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ താമസിക്കുന്ന വീടിന്റെ പഴയ ഓണർ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ ഓണറിന്റെ അതേ ഫേസ് കട്ടാണ് ഇപ്പോൾ ഈ AI റോബോട്ടിനുള്ളത്. അങ്ങനെ ആ പെണ്ണിന് ആ ഓണറിന്റെ പ്രേതം ഈ റോബോട്ടിൽ കയറിയതാണോ എന്ന് വരെ സംശയം തോന്നാൻ തുടങ്ങും. വീട്ടിൽ വന്നതിന് ശേഷം അവൾ ആ റോബോട്ടിനെ ഒക്കെ കവർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഭർത്താവിനോട് അവൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയാണ്. എന്നാൽ അയാൾ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ ഓണറെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ന്യൂസ് പേപ്പറിൽ വന്ന ഓണറുടെ മരണവാർത്തയും ഭർത്താവിന് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അപ്പോഴൊന്നും തന്നെ അയാൾ അവളെ വിശ്വസിക്കുന്നതേയില്ല.